ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മളൊരു ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു പ്ലാന്റ്സ് തന്നെയാണ് കൊങ്ങിണി പ്ലാന്റ്സ്. അത് ഏത് കാലത്തും പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ്സാണ്. വലിയ കെയറിങ് ഒന്നും വേണ്ട, പിന്നെ അസുഖങ്ങളൊന്നും വരാത്തൊരു പ്ലാന്റ് കൂടിയാണ്. പിന്നെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കരുത്. നിങ്ങളൊക്കെ ഓരോ കമൻറ്റ്സ് ഇടുകയാണെങ്കിൽ അതെനിക്കൊരു ഉപകാരപ്രദമായിരിക്കും. എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുമെല്ലാം കാണുന്നവരൊക്കെ ഒന്ന് കമൻ്റ് ഇടാൻ ശ്രമിക്കുക. ഈ വീഡിയോയിൽ നമ്മൾ ഏത് പ്ലാന്റ്സിനും പ്രൂണിങ് മസ്റ്റാണെന്ന് പറയുന്നൊരു സംഭവം തന്നെയാണ്. വെയിൽ കൊള്ളുന്നതും പ്രൂണിങ് നടത്തുന്നതാണ് ഏറ്റവും മെയിനായിട്ട് എനിക്ക് തോന്നുന്നത്. വളം ചേർക്കണം, പക്ഷേ അതിനേക്കാളൊക്കെ ഇതായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നല്ല വെയിലത്തിരിക്കും വേണം. ഞാൻ എല്ലാ പ്ലാന്റ്സിലും നല്ല ഫ്ലവറിങ് ആയിട്ട് നിൽക്കുമ്പോൾ ഈ യെല്ലോ പ്ലാന്റ്സിന് മാത്രം ഫ്ലവറിങ് ഇല്ലാതെ നീണ്ടു പോയിരിക്കുകയാണ്. സ്റ്റെമ്മ് കട്ടില്ലാതെ നീണ്ടു പോയിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഹാർഡ് പ്രൂണിങ് തന്നെയാണ് ചെയ്ത് കൊടുത്തത്. അങ്ങനെ നന്നായിട്ട് ഹാർഡ് പ്രൂണിങ് ചെയ്തതിന് ശേഷം കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക, നന്നായി നനയ്ക്കുക. അതിന് ശേഷം നല്ല വെയിലുള്ളടുത്ത് ഒരു 2 ദിവസം വെയിലത്ത് വെക്കേണ്ട. ഇത്രയും കമ്പുകളൊക്കെ ഒടിച്ച ഒരു ക്ഷീണം പ്ലാന്റ്സിനുണ്ടാവുമല്ലോ. 2 ദിവസം നമ്മൾ തണുത്ത് വെക്കുക. പിന്നെ അതിന് ശേഷം നമ്മൾ നല്ല വെയിലത്ത് വെച്ച് നനച്ച് കൊടുക്കുക. ഒരു 2 ആഴ്ച ആകുമ്പോഴേക്കും നിറച്ച് പുതിയ തളിരുകൾ ഉണ്ടാവുകയും അതിലൊക്കെ നല്ല ഫ്ലവറിങ്ങോട് കൂടിയിട്ട് മൊട്ടുകളോട് കൂടിയിട്ട് അത് വന്നിരിക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു പ്ലാന്റ്സ് എങ്ങനെ നന്നായി നോക്കാൻ പറ്റും എന്ന് വെച്ചാൽ എങ്ങനെ എത്രത്തോളം ഫ്ലവറിങ്ങിലേക്ക് എത്തിക്കാൻ പറ്റുമെന്ന് എന്നതാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഈ ലെൻഡാനൊന്നും ഞാൻ അത്ര ശ്രദ്ധിക്കാത്തൊരു പ്ലാന്റായിരുന്നു. ഇങ്ങനെ പൂക്കളുണ്ടാവുന്നത് എനിക്ക് അറിയില്ല. അപ്പോൾ ഞാനിങ്ങനെ പ്രൂൺ ചെയ്തതിന് ശേഷം ഒരു പ്രാവശ്യം ഇങ്ങനെ ചെയ്തു. എല്ലാ പ്രാവശ്യം ഇങ്ങനെ ഈ വയലറ്റ് ലെൻഡാന നീണ്ടു പോവുക ചെയ്യുക, അങ്ങനെ സ്റ്റെമ്മ് കട്ടില്ലാതെ നീണ്ടു പോവുക, അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. കുറേ വർഷമായി എൻ്റെ അടുത്ത് ലെൻഡാന ഉണ്ടാകും. അപ്പോൾ ഞാൻ അതിനോട് അത്ര ഇൻട്രസ്റ്റ് കാണിക്കാറുമില്ല. പിന്നെ ഒരു കൊലയിൽ നിറച്ച് പൂ വിരിയില്ല, ഒരു നടുവിൽ മാത്രം പൂ വിരിയുക, ഫ്ലവറിന് വലിപ്പമില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ ശ്രദ്ധിക്കാതെ ഇരിക്കുകയായിരുന്നു. പിന്നെ ഞാനൊന്ന് നന്നായി പ്രൂൺ ചെയ്തതിന് ശേഷം ഞാൻ വളമിട്ട് കൊടുത്തു. പിന്നെ അത്ര ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നോക്കുമ്പോഴാണ് നിറയെ ഫ്ലവറിങ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്താൽ ഇതും കുറ്റിച്ചെടി പോലെ നിൽക്കും, നീണ്ടു പോവില്ല എന്നൊക്കെ മനസ്സിലായതിന് ശേഷം ഞാനിപ്പോൾ എല്ലാ കളറും, എൻ്റെ അടുത്ത് 4 കളറാണ് ഉണ്ടായിരുന്നത്. അതിൽ എല്ലാ കളറും കൂടി ഞാനൊരു വലിയൊരു ചട്ടിയിൽ വെച്ച് നോക്കി. അങ്ങനെ പൂ വിരിയാണെങ്കിൽ നല്ല ഭംഗിയാണല്ലോ വിചാരിച്ചിട്ട്. പക്ഷേ അതിൽ കൂടുതൽ യെല്ലോ മാത്രമായിരുന്നു. അങ്ങനെയൊക്കെ അപ്പോൾ ഞാൻ ബാക്കിയുള്ളതിന് ഇടയ്ക്ക് വയലറ്റും വിരിയും, അങ്ങനെയായിരുന്നു. അപ്പോൾ ഞാൻ അതിലത്തെ യെല്ലോനെ എടുത്തിട്ട് വേറെ ചട്ടിയിലേക്ക്, യെല്ലോൻ്റെ കട്ടിങ്സ് എടുത്തിട്ട് വേറെ ചട്ടിയിലേക്ക് വെച്ചു. ബാക്കി 3 പ്ലാന്റ്സ് അതിൽ തന്നെ നിർത്തി. കുറേ ദിവസം പിന്നീടൊന്നും അതിൽ വേറൊരു കളറും കാണാനില്ല, യെല്ലോ മാത്രമേ കാണാനുള്ളൂ, അല്ല വയലറ്റ് മാത്രമേ കാണാനുള്ളൂ. അപ്പോൾ അതിന്ന് മറ്റ് 2 കളറുകളും പോയിരിക്കുന്നു. അത് ഞാൻ ഇതിൻ്റെ കട്ടിങ്സ് മാറ്റി വെച്ചത് കാരണം യെല്ലോ പ്ലാന്റ്സ് വേറെ കിട്ടി. അപ്പോൾ യെല്ലോ പ്ലാന്റ്സ് വേറെ ഉണ്ട്, വൈറ്റ് എൻ്റെ നഷ്ടപ്പെട്ടു പോയി. പിന്നെ ഒരു റെഡ് വാങ്ങിച്ചു. അങ്ങനെ വേറെ ഓരോ ചട്ടിയിൽ ഓരോ തരം പ്ലാന്റ്സാക്കി മാറ്റി വെച്ചു. ഇപ്പോൾ നിറയെ പൂവോട് കൂട്ടി നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. നല്ല വളം ചേർത്ത് നല്ല വെയിലും കൊള്ളിച്ച് കഴിഞ്ഞാൽ നന്നായി പ്രൂൺ ചെയ്തതിന് ശേഷം 2 ആഴ്ചയ്ക്ക് ശേഷം തന്നെ പ്ലാന്റ്സ് ഹെൽത്തിയായി. 1 മാസം കൊണ്ട് തന്നെ പൂക്കളും മുട്ടുകളായിട്ട് നല്ല ഹെൽത്തി പ്ലാന്റായി ബുഷിയായിട്ട് വന്നു. അപ്പോൾ എല്ലാവരും ഇടയ്ക്ക് ഇങ്ങനെ പ്രൂൺ ചെയ്ത് കൊടുക്കുക. വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.